പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇത്രയും മഴയായിട്ടും കടന്നു വന്ന എല്ലാവർക്കും കർത്താവ് പ്രതിഫലം തരട്ടെ. കാരണം മടി പിടിച്ച് വീട്ടിലിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും കർത്താവിനുള്ള സ്നേഹത്തിൽ നമ്മൾ കർത്താവിനെ മാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ മാനിക്കും. കർത്താവിനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കർത്താവിന് ഭക്തന്മാരെ അല്ല ആവശ്യം, കർത്താവിന് മക്കളെ ആവശ്യം. തന്നെ സ്നേഹിച്ച് തന്നോട് കൂട്ടായ്മ ആചരിക്കുന്ന, തന്നെ അനുസരിക്കുന്ന, തന്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി എന്ന് പറയാം. പിതാവായ ദൈവം തന്റെ മുൻഹിതപ്രകാരം നമ്മളെ യേശുക്രിസ്തുവിൽ കൂടെ തെരഞ്ഞെടുത്ത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്ത് തന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളിപ്പോ ഫാമിലി മെമ്പേഴ്സ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. അപ്പനും മൂത്ത ബ്രദറും ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുക. നമ്മളിവിടെ ഓർഫൻസ് നടക്കുന്നതല്ല പലപ്പോഴും നടക്കുന്നത്. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, നമ്മളങ്ങ് ഡെലിവറി, നമ്മുടെ കുടുംബം എന്താണെന്നുള്ളത് നമ്മളങ്ങ് മറന്നുപോകും. അത് ഉറപ്പിക്കണം, നമ്മുടെ ഉള്ളിലേക്ക് അത് രജിസ്റ്റേർഡ് ആണ്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ചുമ്മാ ചോട്ടാ പാർട്ടികളൊന്നുമല്ല. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകലതിനെ നിയന്ത്രിക്കുന്ന, വചനം പറയുന്ന സകലവും തന്റെ ഹിതപ്രകാരവും തന്റെ പദ്ധതി പ്രകാരം പൂർത്തീകരിക്കുന്നത് ആ കർത്താവിന്റെ കരങ്ങളിലാണ്, ആ കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ നിയന്ത്രിക്കാൻ നോക്കുമ്പോഴേ പാളും. ഒരു പട്ടം അങ്ങ് കൈ അങ്ങ് എന്നെ ചേർത്ത് വിട്ട് വിടുന്ന പോലെ അങ്ങ് വിടണം. കാരണം മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടോ നമ്മൾ ആ പ്ലാൻ മാറ്റാനായിട്ട് ശ്രമിക്കായിരുന്നു. ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തു. അത് തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ നമ്മുടേതായ ബുദ്ധിയിലും നമ്മുടെ ഇഷ്ടത്തിലും നമ്മുടെ എടുത്തുചാട്ടത്തിലും അല്ലെ നമ്മുടെ ജഡത്തിലും പല കാര്യങ്ങളും നമ്മൾ കാട്ടിപ്പോകും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പൊ അവിടെ കർത്താവ് നിസ്സഹായത്തിൽ നിൽക്കാനേ പറ്റും. കാരണം ആ കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിനെ അനുസരിക്കുന്നു. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ള പിതാവിനോടും അവിടുത്തെ പുത്രൻ യേശുവിനോടും. അതാ കൂട്ടായ്മ എന്ന് പറഞ്ഞു. ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവഹിത പ്രകാരം നമ്മളൊരു ദൈവവേദലാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റിലീജിയനായിട്ട് മാറുന്നു, മതമായിട്ട് മാറുന്നു. സഭകൾ പലതും കൾട്ടായിട്ട് മാറുന്നു. നോർത്ത് ന്യൂജൻ ചർച്ചസ് ഉണ്ട്, കൾട്ട്സ്. കൾട്ട് എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം, അതിന്റെ ലീഡർഷിപ്പ് ആരാണ്, അവര് പറയുന്ന ഫൈൻ, അവര് പറയുന്നതാണ് വേദം, അവര് പറയുന്നത് ദൈവവചനമൊക്കെ പറയും, അതിനകത്ത് സംശയമൊന്നും. പക്ഷെ എവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഈ കൂട്ടർ മുഴുവൻ പാടുന്നു. കാരണം അവർ കർത്താവുമായിട്ട് പരിശുദ്ധവുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. ഒന്ന് വചനം പറയാം, നമ്മൾ സത്യത്തെ സ്നേഹിക്കണം. ഞാൻ തുടക്കം മുതൽ ഞാൻ വിശ്വാസത്തിൽ വന്നു. വിശ്വാസം വന്ന് കുറെ ആള് ഞാനിങ്ങനെ കടപ്പെടുത്തുക വരുന്നത്, ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി എന്നൊക്കെ. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ആ പിടുത്തത്തിൽ തന്നെ നിൽക്കും, കർത്താവിനൊന്നും ചെയ്യാൻ പറ്റും. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, സത്യം എന്താ? യഥാർത്ഥമായിട്ട് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് വിശ്വാസം അങ്ങ് അതെനിക്ക് വെളിപ്പെടുത്തി തരാമെങ്കിൽ ഞാനത് ചെയ്തോളാം. അതാ സത്യത്തെ സ്നേഹിക്കാന്ന്. അല്ല ഞാനൊരു സ്റ്റാൻഡ് എടുക്കും, കർത്താവ് ഇതിലോട്ട് വരണം, അതല്ല വിശ്വാസം. ഒരു ദൈവത്തിൽ ഒരിക്കലും അങ്ങനെ. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഏവരും മാത്രം ദൈവത്തിന്റെ മക്കൾ. അപ്പൊ സത്യത്തെ സ്നേഹിച്ചില്ലുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ തെറ്റെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയുകയും അത് ദൈവം അനുവദിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കടാ, കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ഇവര് തെറ്റിപ്പം ദൈവം അനുവദിക്കും. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനുവദിക്കുന്നു. അതിനും തോന്നുന്നുണ്ട് പ്രാർത്ഥനാ വിഷയം. സോറി,
നമുക്ക് വചനത്തിലോട്ട് കയറുന്നതിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ ജിക്കു എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാ. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയം, അദ്ദേഹത്തിന്റെ കസിന്റെ തൊമ്മന്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് ജിക്കു ഹോസ്പിറ്റലൈസ്ഡ്, ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്തു എന്ന് എനിക്ക് പോയിട്ട് മെസ്സേജ് വന്നു. ട്യൂസ്ഡേ ഡിസ്ചാർജ് ആവും, 85% ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. ആൻജിയോപ്ലാസ്റ്റി ആണോ ആൻജിയോഗ്രാം ആണോ എനിക്കറിയില്ല. ആൻജിയോഗ്രാം ആണ്. ഓക്കെ, 85% ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഇനി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരാള്, ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെ മോശമായിട്ട് പോകുന്നത്. അത് നന്നായിട്ടൊന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ ബിസിനസ് മോശമാകുമ്പോൾ നമുക്കറിയാം സാമ്പത്തിക മേഖലയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് മാറി ആ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ സാമ്പത്തിക മേഖലയിലും ബിസിനസ്സിലും സ്വസ്ഥതയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബിസിനസ്സുകാരോ ഇതുപോലെ പ്രതിസന്ധികളോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. കർത്താവ് സകലരുടെയും കർത്താവാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുടുംബാംഗങ്ങളാണെന്നുള്ളത് നമ്മൾ മറന്നുപോകും. കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരണം. മോൾ ടീച്ചറുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. രാജേഷ് ബ്രദർ പ്രാർത്ഥിക്കാം. ഒന്ന്, ജിക്കുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2, ബിസിനസ്സുകാരന്. പിന്നെ ബാക്കി രോഗികൾ, ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാം. അങ്ങോട്ട് മോനെ. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒത്തുചേർന്നതിനെ ദൈവത്തെ കാലാവസ്ഥ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ദൈവത്തെ ഒത്തുചേർക്കായി ഞങ്ങൾക്ക് ദൂരം കുറവ് വരാതെ വീണ്ടും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാം. അന്ന് ഈ വലിയ മഹാഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവത്തെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവത്തെ എന്തെല്ലാം സംഭവിക്കാം. ഈ ഒരു വർഷക്കാലത്തിന്റെ ആദ്യത്തെ മാസം 1-ാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ദൈവം ഒത്തുചേരാൻ ശ്രമിക്കായി നന്ദി ദൈവത്തെ. ഞങ്ങളുടെ പ്രാർത്ഥനയാക്കുന്ന എല്ലാവരെയും തിരിച്ചെടുത്ത് അർപ്പിക്കുന്നു. എല്ലാവരുടെയും മനസ്സിനെ തിരിച്ചറിഞ്ഞ് അറിയുന്നവരെ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും ദൈവത്തെ അവിടെ അറിയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ ആദ്യമേ നന്ദിയോട് ശ്രദ്ധിക്കുന്നു. ദൈവം പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെ തിരിച്ചെടുത്ത് അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടതിനേക്കാൾ എത്രയും ശ്രേഷ്ഠമായ എന്റെ ദൈവം എന്നെ തൊട്ടു, എന്റെ യേശു എന്നെ സഹായിച്ചെന്ന് കേൾക്കുവാൻ ദൈവത്തെ ആശംസകളും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോടെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി ദൈവത്തെ. എല്ലായിടത്തും പ്രശ്നങ്ങളും പ്രയാസങ്ങളായിരിക്കും. അനേകം പേർ അനേകം ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളായിരിക്കുന്നു. ദൈവത്തെ പ്രത്യേക പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അവിടുന്ന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തെ. ഒരു നോട്ടം മതി ദൈവം, ഒരു തൊഴിൽ മതി ദൈവത്തെ. എല്ലാം ദൈവത്തെ അത്ഭുതമായി സംഭവിക്കാൻ അത് ഞങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്നവരാകുന്ന ദൈവത്തെ സ്തോത്രം. വലിയൊരു അത്ഭുതം ദൈവത്തെ അവിടെ നടക്കണമേ ദൈവത്തെ സ്തോത്രം. അസാധ്യമായി ഒന്നുമില്ലല്ലോ ദൈവത്തെ. അവിടുത്തെ ഭണ്ഡാരത്തിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി നന്ദി ദൈവത്തെ സ്തോത്രം. ദൈവത്തെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കൂടുതൽ ആരോഗ്യത്തോട് ശ്രേഷ്ഠമായ ദൈവത്തെ എന്നെ സ്തുതിപ്പാൻ ദൈവത്തെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി ദൈവത്തെ സ്തോത്രം. ഞങ്ങളുടെ മിടുക്കല്ല ദൈവത്തെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ഓരോ കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് സമർപ്പിക്കുന്നു. സന്തോഷകരമായ ഒരു ദിവസം ദൈവത്തെ അടുത്തൊരാഴ്ചയും ദൈവത്തെ ഈ ഒരു വർഷത്തിന്റെ അവസാന മാസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം സംഭവിക്കാവുന്ന എല്ലാ ആപത്തുകളും ഞങ്ങൾ ഇത്ര ശ്രേഷ്ഠമായി നടത്തിയല്ലോ. കൂടുതൽ ശ്രേഷ്ഠമായി നിന്നെ സ്തുതിപ്പാൻ കഴിഞ്ഞൊരു വർഷം എന്നെ ദൈവം സഹായിച്ചു എന്ന് പറയുവാൻ സാക്ഷ്യപ്പെടുത്താൻ ഇടയാകണം. പ്രാർത്ഥന നാമത്തിൽ തന്നെ. ആർക്കെങ്കിലും സാക്ഷ്യം പറയാണ്ടെങ്കിൽ പറയാം. ഇതുപോലെ ആയിട്ടില്ല. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ പെറ്റ് സ്കാൻ അടുത്ത ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെറ്റ് സ്കാൻ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ പെറ്റ് സ്കാൻ വന്നപ്പം ഒരു സ്പ്രെഡിങ്ങും ഇല്ല. വലിയൊരു അത്ഭുതമായിരുന്നു. ഡോക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞിരുന്നത് 4 മാസമായി. നമ്മളല്ലേ എൻ്റെ പാൻക്രിയാറ്റിക് ക്യാൻസർ അല്ലേ,
പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അത് എങ്ങോട്ട് വേണേലും സ്പ്രെഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബിലീവേഴ്സിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയുന്നത് സ്റ്റെൻഡ് ഇടാവുന്നേ ഉള്ളൂ, ബാക്കി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സർജറി ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 4 മാസമായി ഇത് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കാണും. ഇനിയും ഇത് കഴിഞ്ഞിട്ട് എന്തായി തീരുമെന്ന് പറയാൻ പറ്റും. പോരാ നേരം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൈവത്തിന് കൃപ കൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കും. സത്യം പറയുന്നത് വേറെ ആരാണ്ട് കാര്യം കേൾക്കുന്നവനായിരിക്കും. എറണാകുളത്ത് വെച്ച് ലിസി വെച്ച് ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസറസ് ആണ്. എനിക്ക് നമുക്കെന്തോ പനിയാണെന്നോ എന്നൊക്കെ കേൾക്കുന്നുമില്ല. അത് അകത്തോട്ട് കയറുന്നില്ല. സാറിന് നമുക്ക് ക്യാൻസർ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ച് കയറി കിടക്കേണ്ടതല്ലേ. എന്നെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബോൾനെസ്സും എന്റെ ധൈര്യവും എനിക്കതൊന്നും ഉള്ളതാണ്. പ്രത്യേകിച്ച് സ്വന്തം കാര്യം വരും. പക്ഷെ കർത്താവ് അത് ഏശാനായിട്ട് അനുവദിക്കുന്നില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഡോക്ടേഴ്സ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായി തീരുമെന്ന് പറയാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പാണ്, കർത്താവ് എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അത് തുടരുകയും ചെയ്യും, പൂർത്തീകരിക്കുകയും ചെയ്യും. ഞാൻ ഡിറ്റേഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് സാധാരണ ഒരു ക്യാൻസർ രോഗമായിട്ട് കാണരുത്. ഞാനൊരു സാധാരണ ക്യാൻസർ രോഗിയുമല്ല. ഇത് കർത്താവിന്റെ പദ്ധതി പ്രകാരമുള്ള സകലവും തന്റെ ഹിതപ്രകാരവും പദ്ധതി പ്രകാരം പൂർത്തീകരിക്കുന്ന കർത്താവിന്റെ പദ്ധതിയിലുള്ള ഒരു കാര്യം, ഒരു പ്ലാൻ. എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിന്. എനിക്ക് ആദ്യമല്ല ആ ഒരു ബോധ്യമാണ്. പക്ഷെ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇതിനെ കാണുന്നത് ഞാൻ ഏതാണ്ട് കൊടിയ പാപം ചെയ്തു, അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മാനസാന്തരപ്പെട്ടാണ്, ഇല്ലെങ്കിൽ ഇതിന്ന് പുറത്തു വരത്തില്ല. കൃപയാൽ അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് വന്നിട്ടില്ല. ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിന് മുമ്പാകെ ഒരു ക്ലിയർ കോൺഷ്യസ് സൂക്ഷിക്കാൻ ശ്രമിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു, എപ്പോഴും ഒരു ക്ലിയർ കോൺഷ്യസ്. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരുമില്ല. അവിടെ വീട് കിടന്ന് ഉരുളാതെ, അതകത്ത് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കാതെ, അത് അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് കഴുകിക്കളഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കർത്താവിന്റെ സന്നിധി ചെല്ലാനുള്ള ആ ഒരു ട്രാൻസ്പെറൻസി, അതാ ക്ലിയർ കോൺഷ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞേ, വിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണ നമ്മുടെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ വേർപാട് കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം വിശുദ്ധി. വചനം അങ്ങനെ പറയുന്നില്ല. മയങ്ങിപ്പോയതല്ല, എനിക്കൊന്നും പറ്റിയില്ല. ആ ചെയറിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതങ്ങ് ചെറിയ പോയതാ. അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്, എന്നെ ഈ കേൾക്കുന്ന ഇതൊന്നും ബാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ പെറ്റ് സ്കാൻ ചെയ്യാൻ പോകുമ്പം അതിന്റെ തലേദിവസത്തെ ചെറിയൊരു ഈ ചില ഫാക്ട്സ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ചെറിയൊരു എന്നാ പറഞ്ഞേ, ഒരു ടെൻഷൻ പോലെ. പക്ഷെ വൈകിട്ടും രാവിലെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവ് ഉറപ്പിച്ചു, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുക, നീ ധൈര്യമായിട്ട് വാ, ഒന്നും പേടിക്കരുത്. ഇത്രത്തോളം ഞാൻ കാത്തില്ല, ഇത്ര വലിയ മരണത്തിൽ നിന്ന് വിടുവിച്ചില്ലേ, മേലാലും വിടുവിക്കും. അങ്ങനെ പോയി സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോഴാണ് ഡോക്ടർ എന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് വന്നു. ഡോക്ടർ ജിന്നു ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ആ തുടങ്ങിയ പാൻക്രിയാസിൽ ഉണ്ടായിരുന്ന ഗ്രോത്ത് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതൊരു ശകലം കൂടെ ഒരു 1 സെന്റിമീറ്ററിലെ അത് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഫർദർ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഈ ബുധനാഴ്ച ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് എറണാകുളത്ത് ഡോക്ടറെ കാണാൻ പോവാം. എനിവേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അതും സൗഖ്യമാക്കാൻ കർത്താവിന് പറ്റും. വചനം പറയുന്നുണ്ട്, മരുന്നോ ലേപനോ അതല്ല, അങ്ങയുടെ വചനമാണ് സൗഖ്യമാക്കുന്നത്. ഇത്ര വലിയ മരണത്തിൽ നിന്നും വിടുവിച്ചും മേലാലും വിടുവിക്കും. വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവിന്റെ വലിയ പ്രവൃത്തി അത് വെളിപ്പെടണം. ഞാൻ പറയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കണം. കർത്താവിനെ വിടുവിച്ചു. കർത്താവ് മതിയായവൻ എന്നുള്ളത് ലോകത്തോട് ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ വിളിച്ചു പറയാൻ
ഒരവസരം. ഇതിനെ അങ്ങനെ കാണും. ഞാൻ പറഞ്ഞില്ലേ, പലരുടെയും വിചാരം ഞാനാണ്ട് കൊടിയ പാപം ചെയ്ത് അതിന്റെ ശിക്ഷയല്ല. എനിക്ക് ആദ്യം മുതലേ അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ അന്ന് മുതലേ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ പറഞ്ഞത് സാക്വൻ ബ്രദറിനോട് ഒരാൾ ചോദിച്ചതാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? സാക്വൻ ബ്രദർ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസിപ്ലിൻ ചെയ്യുന്നു. അങ്ങനെ ഡിസിപ്ലിൻ ചെയ്യുമ്പം എനിക്കറിയാം ഞാനൊരു ദൈവ പൈതലാണെന്ന്. കാരണം വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ കർത്താവിന്റെ സ്നേഹം, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനിങ് ഉണ്ട്. പക്ഷെ അതിനോടുകൂടി കുഴി വരും. എന്നും അതങ്ങനെ പോകത്തില്ല. ഞാൻ പറയില്ല, കർത്താവ് ഇപ്പോഴും നോക്കുന്നത് നമ്മുടെ ആത്മീയ നന്മയെ നോക്കും. നമ്മുടെ ഭൗതിക നന്മയിൽ ശ്രദ്ധയില്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ആത്മീയ നന്മ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ട് നന്മ പ്രാപിച്ചിട്ടുണ്ടല്ലോ. അതെപ്പോഴും ശ്രദ്ധിച്ചോ. നമ്മളെപ്പോഴും നോക്കുന്നത് ഭൗതികമായിട്ടാണ്. സാമ്പത്തികമായിട്ട് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, നമ്മളെല്ലാം പറയും കർത്താവ് അനുഗ്രഹിച്ചു. ആൾക്ക് തന്നെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേന് പറയും ഏതാണ്ട് വേണ്ടാത്ത പണി കാണിച്ചു, ലാഭോ അങ്ങനെ ആയിരിക്കണമെന്ന്. പിശാച് വല്ലപ്പം നമ്മൾ ഇടകൊടുക്കുകയാണെങ്കിൽ അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരും. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ക്ലിയർ കോൺഷ്യസോടെ നിൽക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കാലത്ത് ഇന്ന് പല സഭകളും ആ ദൈവദാസന്മാരിൽ ഫോക്കസ് ചെയ്ത, കർത്താവിലേക്കല്ല. അപ്പൊ എന്തുകൊണ്ടാണിങ്ങനെ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുറത്തുള്ള ഒരു ദേവാസനെ ഫോളോ ചെയ്യും. അദ്ദേഹം എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. ആ കൃപയെക്കുറിച്ച് ശരിയായിട്ടുള്ള കുറെ ബോധ്യം എനിക്ക് കിട്ടിയ അദ്ദേഹത്തിൽ നിന്നാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുള്ളിയുടെ ഓരോ ടീച്ചിങ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ സംശയമായി. അങ്ങനെ സംശയമായി തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു വാണിംഗ് തരാം. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു റഫറി പോലെ. നമ്മുടെ മനസാക്ഷി ഒരു വിസിൽ ഊതും. അപ്പൊ ഓർത്തോണം, എവിടെയോ എന്തോ കളി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല, ശ്രദ്ധിക്കാനുള്ള അങ്ങനെ വിസിൽ ഊതി. എനിക്ക് ഭയങ്കര സംശയം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ്? ഇതെന്റെ വെറും സംശയമാണോ? അത് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. കർത്താവിന് മുമ്പേ നടക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ വരുന്നവരുടെ വീടുകളിൽ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കും, മുറ്റത്ത് നല്ല പ്രഷ്യസ് സ്റ്റോൺസ് കിടക്കുന്നു, അവരത് വിറ്റ് കാശാക്കുന്നു, കടങ്ങൾ മാറുന്നു. അതുപോലുള്ള കുറെ വീര്യപ്രവർത്തനം ബിബ്ലിക്കലല്ല. അപ്പൊ നമുക്ക് വചനം അറിയാൻ വയ്യായെങ്കിലുള്ള കുഴപ്പം, നമ്മൾ ഇതിന്റെ പുറകെ ഈ സ്റ്റോൺസിന്റെ പുറകെ പോയി നമ്മൾ വലിയ ഡയമണ്ട് മെർച്ചന്റ് പോയി. നിത്യത നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല. അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ അനുഗ്രഹിക്കുന്നു, ആത്മീയമായിട്ടോ. അതേസമയം നമ്മൾ അവിടെ വെച്ച് കർത്താവ് ഡിസിപ്ലിൻ ചെയ്യും. ശരിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചറിവ് ഏതാ വലുത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കൾട്ടാണ്. ആ ഒരു വ്യക്തിയിൽ ആ വ്യക്തി ഒരാഴ്ചയൊക്കെ നിന്ന് വർഷിക്കും, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഡാൻസ് ചെയ്ത് വർഷിക്കും. ആലോചിച്ചു, ആധികരിക്കുന്ന അത്ഭുതമാണ്, എന്തൊരു ഡെഡിക്കേഷനാണ്. പക്ഷെ പുള്ളി ഒരു ദിവസം പറയാം, ഇന്നത്തെ പുതിയ വെളിപാടുകൾ അല്ലെങ്കിൽ കർത്താവ് എന്നിൽ കൂടെ അതിരുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച വെളിപാട് മാത്രമേ കർത്താവിനുള്ളതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിനുശേഷം കിട്ടിയതോ? ശരിയല്ല. വചനം പറയുന്ന കർത്താവിന്റെ വചനത്തിനൊരു മാറ്റമില്ല, കർത്താവിനൊരു മാറ്റമില്ല. അപ്പൊ ഇതിനെ കർത്താവിന് മുമ്പേ നടക്കാൻ. അപ്പൊ ഇത് കേട്ടപ്പോ എൻ്റെ ഉള്ളിൽ വാണിങ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങയെ ആരാധിക്കുന്ന അങ്ങയുടെ നാമം പറഞ്ഞ് ഇത്ര വലിയ അത്ഭുതങ്ങൾ അടയാളമാണ് നമ്മുടെ എപ്പോഴും ഉള്ള ഒരു എന്താ പറയുക, ഒരു അളവുകോൽ, ഒരു ദൈവാസനം നമ്മൾ അളക്കുന്നത് എപ്പോഴും കൃപാവരങ്ങൾ വെച്ച്. പിന്നീട് എനിക്ക് മനസ്സിലായി, കൃപാവരങ്ങൾ വെച്ചിട്ടല്ല, ഫ്രൂട്ട് നോക്കി. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എത്രത്തോളം ക്രിസ്തുവിനോട് അനുരൂപരാണ്. അവിടെയുള്ള വരുന്ന ആൾക്കാരുടെ ജീവിതം എത്രത്തോളം മാനസാന്തരം ഉണ്ടായി. ഒരു ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടില്ലെന്നുള്ളതല്ല അടുത്തത്, അല്ലെ വലിയ ചർച്ച പണിതൊന്നുള്ളതല്ല,
അല്ലെങ്കിൽ നമുക്ക് വലിയ സൗണ്ട് സിസ്റ്റം ഉണ്ട്, നല്ല കൊയറുണ്ട്, അതിലൊന്നും കർത്താവ് ഇംപ്രസ്ഡ് ആകത്തില്ല. കർത്താവ് നോക്കുന്നത് തൻ്റെ ഹൃദയപ്രകാരമുള്ള എത്ര പേർ തന്നെ സ്നേഹിച്ച് തന്നെ അനുസരിച്ച് ആ നിത്യതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാ ഭൂമിയിലുള്ള അന്വേഷിക്കരുത്, നിങ്ങൾ ഉയരത്തിലുള്ള അന്വേഷിക്കുക. അപ്പൊ ഞാനന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാ അങ്ങയുടെ നാമത്തിൽ ഇത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു, പക്ഷെ പല കാര്യങ്ങളും തെറ്റിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ തെറ്റിപ്പോമോ? ഇത്ര വലിയ ദൈവാസൻ, ഇത്ര അത്ഭുതങ്ങൾ അടയാളം നടന്നു, കർത്താവിന്റെ നാമം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തെറ്റിപ്പോകുന്ന ചോദിച്ചപ്പോൾ അന്ന് കർത്താവിനെ ലീഡ് ചെയ്ത ഒരു വേദഭാഗം അതിന്ന് വീണ്ടും എന്നെ ഓർപ്പിച്ചു. കാരണം ഇപ്പൊ നടക്കുന്ന കുറെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ചോദ്യം വീണ്ടും എനിക്ക് ഉയർന്നപ്പം കർത്താവ് വീണ്ടും അതിലേക്ക് എന്നെ നടത്തി. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് കൈകാര്യം പറഞ്ഞിരുന്നു നമ്മുടെ സർവൈവ വർഗം എന്താണ് അതിലേക്ക് പോകാം. 2 തെസ്സലോനിയൻ 2:9-12 വരെ. 2 Thessalonians chapter 2 verse 9-12. രണ്ടിന്റെ 9-12 വരെ. ഇംഗ്ലീഷും വായിക്കണേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപകശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളത്തോടും അത്ഭുതത്തോടും അനീതിയുടെ സകല വഞ്ചനകളും പോയി. അപ്പം സകല വ്യാജ അടയാളങ്ങളോടും അത്ഭുതത്തോടും കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന അല്ലെ കർത്താവിന്റെ യഥാർത്ഥമായ അത്ഭുതങ്ങളും അടയാളങ്ങളുണ്ട്. അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. താഴോട്ട് വെച്ചു. അവർ രക്ഷിക്കപ്പെടുവാൻ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാഞ്ഞാൽ ഒന്നുകൂടെ വായിച്ച് തീർത്തി വെച്ച് അവർ സത്യത്തെ അവർ ആരാ? വിശ്വാസികളെ കുറിച്ച് പറയാ, തെറ്റിപ്പോയ വിശ്വാസികളെ കുറിച്ച് തന്നെ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ എന്ന് പറഞ്ഞാൽ വെറുതെ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തെ സ്നേഹിക്കണം. ഇന്നിപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം, അനേക ആൾക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ സത്യം അറിയോ? കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവമാർക്ക് വിശ്വസിക്കുമാറ് സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് അവർക്ക് ഈ കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ കൾട്ടുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ്. അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല, കർത്താവിനെ സ്നേഹിക്കുന്നില്ല, അവരുടെ വിചാരമാണ്. അപ്പം ഞാനെപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ ബ്ലൈൻഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കേട്ടാൽ തിരിച്ചറിയാത്ത. അതിന്റെ ആൻസർ, ഈ കാണുന്ന പോസ്റ്റ് വിശ്വസിക്കുമാറ് ദൈവം, അല്ലെങ്കിൽ ഈ വ്യാജ അടയാളം വിശ്വസിക്കുമാറ് ദൈവം അവർക്ക് പോസ്റ്റിന്റെ ആത്മാവിനെ അയച്ചു കൊടുക്കും. ദൈവം അനുവദിക്കും. ഇംഗ്ലീഷ് വായിക്കുക, കറക്റ്റായിട്ട് കിട്ടും. അവസാന നാളുകളിൽ നടക്കുന്ന, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ്, ദിസ് ഈവിൾ മാൻ will come to do the work of Satan with counterfeit power, signs and miracles. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. കർത്താവിന്റെ കാലത്തും ഉണ്ട് ഇതല്ല. അപ്പോസ്തലന്മാർ ഇതോടുകൂടിയാണ് ശുശ്രൂഷിച്ചത്. പക്ഷെ അവസാന നാളുകളിൽ കൗണ്ടർഫെയ്റ്റ്, കള്ള നാണയങ്ങൾ, ഇതേ കാര്യങ്ങൾ അവർ ചെയ്യും. യേശുവിന്റെ നാമം പറയുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ചോണം. അത്ഭുത അടയാളം കണ്ടിട്ട് മാത്രമായി അപ്പോ അത്ഭുതം അടയാളം അല്ല ലാസ്റ്റ് വേർഡ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണ്ടെന്ന് നടക്കുകയൊന്നും അല്ല.
എൻ്റെ ജീവിതത്തിൽ അല്പം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നും നല്ല പൊന്നല്ല. വായിച്ചേ. Evil man ആ will come to do the work of Satan ആ with counterfeit power, signs, and miracles. counterfeit signs, power and miracles. Okay. He will use every kind of wicked deception He will use every kind of wicked deception. എല്ലാ തരത്തിലുള്ള വഞ്ചന ഉപയോഗിക്കും. ആ to fool those who are on the way to destruction. To fool those who are on the way to destruction. നാശത്തിലേക്ക് പോകുന്നവരെ തെറ്റിക്കാനുള്ള സകല വ്യാജമായ കാര്യങ്ങൾ ചെയ്യും. സത്യത്തെ സ്നേഹിക്കാത്തവർക്ക് ഉള്ള പ്രശ്നം. ആ Because they refuse to believe the truth that would save them. ബിക്കോസ് ദേ റിഫ്യൂസ് ടു ബിലീവ് ദ ട്രൂത്ത്. നമ്മൾ ഇന്ന് കർത്താവിനെ വേണ്ട, ഏതിനും എല്ലാത്തിനും ദൈവാസ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവാസ അത് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടെന്നല്ലേ പറയുന്നത്. ഓരോ കാര്യത്തിനും തീരുമാനം ദൈവാസ മോടെ കല്യാണക്കാർ ആരെ കെട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് എന്തിനാ? നമ്മൾ മക്കളാ, അവകാശികളാ. എന്നോട് കഴിഞ്ഞിടയ്ക്ക് ഒരാളൊരു പ്രവചനം പറഞ്ഞു. ഞാനൊന്ന് പ്രതികരിക്കാൻ പോയി. ഞാൻ മനസ്സിൽ പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് പറയട്ടെ. പരിശുദ്ധാത്മാവ് എനിക്കും ബോധ്യം തീർത്ത ഞാൻ ദൈവവേദന തന്നെ. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്. ഒരു ദൈവദാസനും മറ്റൊരാളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അധികാര അവകാശമില്ല. അങ്ങനെ ആരും ആരുടെ അടിമയാകരുത്. നമ്മുടെ എല്ലാം കർത്താവ് ഒരാൾ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ. ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ പുറകെ നടക്കുന്നത്, ഓരോരുത്തരുടെ പുറകെ നടക്കുന്നത്. അവർ തെറ്റിയാലോ നമ്മളും തെറ്റും. വായിച്ചോ. So God will send great deception upon them. So God will send great deception upon them. ആരുടെ മേല? ഈ സത്യത്തെ സ്നേഹിക്കാത്തവരുടെ മേല. ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം പോഷ്ക്ക് വിശ്വസിക്കുമാർ അവരെ വിട്ടുകളയുക. പിന്നെ അവന്റെ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ ആര് തലയെ കുത്തി നിന്നാലും മാറ്റം വരും. ഈ കാണുന്നതെല്ലാമാണ് സത്യം. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവവാസം പറഞ്ഞതും അല്ലെങ്കിൽ ഞങ്ങളുടെ അങ്ങനെ പറഞ്ഞതും ഇങ്ങനെ പറഞ്ഞതുമാണ് സത്യം. കാരണം കർത്താവ് അനുഭവിച്ചു. നീ ആയാലും എന്നെ അറിയില്ല, എന്നെ വിശ്വസിക്കുന്നില്ല, നിന്റെ ഇതാ താല്പര്യം. ഓക്കെ, പൊക്കോ. ജീവിതത്തിൽ സത്യം അറിയാൻ പറ്റും. കാരണം കർത്താവ് വഴിവിട്ടു. അതേസമയം ഹൃദയത്തിൽ ആഗ്രഹം, കർത്താവേ ഈ ഒന്ന് കർത്താവിന്റെ വചനമായി. ഞാൻ ആ ദൈവദാസനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് ഞാൻ ഇന്നിപ്പോൾ എവിടേക്ക്. അന്ന് വചനത്തോട് ഭയങ്കര ആഗ്രഹമുള്ള സമയമാണ്, ഭയങ്കര ദാഹമുള്ള സമയം. അത് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് വായിക്കാൻ പറയും, സെസ്നോലിനെല്ലായിരുന്നു വായിക്കാൻ പറയും. അതിൽ കൂടെ കർത്താവിനോട് സംസാരിച്ചു. അതിലും വലിയ മറുപടി ഇവിടെ പാസ്റ്റർ. അതേസമയം എനിക്ക് വചനമായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് ദൈവവാസം പറയുന്നത് മാത്രം മതി. ഞാൻ എന്നും രാവിലെ മുറ്റത്തിറങ്ങി തപ്പും. സ്റ്റോൺസ് ഉണ്ട് ഇവിടെ, 3/4 മെറ്റലാണ്. പിശാച് വ്യാജ അത്ഭുതങ്ങൾ അടയാളം കാണിച്ച് തീർന്നു. അത് കാണിക്കും, ഉറപ്പാ. കാരണം അവൻ ആരെ വഴി തെറ്റിക്കൊണ്ടു നോക്കി നടക്കുക. എത്രയോ ആൾക്കാരെ വഴി തെറ്റിക്കും, എത്രയോ ആൾക്കാർ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാത്താൻ പോലും വെളിച്ചത്തിന്റെ ദൂതനെ പോലെ വരുന്ന വചനം. വെളിച്ചത്തിന്റെ അവസാന നാളുകളിൽ ഇത് കൂടും കേട്ടോ. നമ്മളിന്ന് ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണാം. എനിവേ നമ്മള് താഴോട്ട് വെച്ച്. So God will send great deception upon them. And they will believe all these lies. And they will believe all these lies. ഈ കാണുന്ന വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനോടുകൂടി അവർ പറയുന്ന വചനങ്ങളും ആ ദൈവത്തിന് പകരക്കാരായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന എല്ലാ പോസ്റ്റും വിശ്വസിക്കാൻ ദൈവം അവരെ അനുവദിക്കും. അവസാനം അവരറിയത്തും കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോഴേ അറിയത്തും.
അതേസമയം ഒരു സത്യത്തെ സ്നേഹിച്ചിരുന്നെങ്കിലോ, സത്യത്തെ സ്നേഹിക്കുമ്പോൾ കുറച്ച് വില കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു എന്നാ പറയാ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് എടുക്കണം. ഒരു കാര്യം തെറ്റാണെന്ന് പിടികിട്ടപ്പോൾ നമ്മളവിടെ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. പലരും എതിർക്കും, പലരും പിണങ്ങും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാവും, ഇതാ സത്യം. ഞാൻ കർത്താവിന്റെ അംഗീകാരം ഇല്ലാതെ ബാക്കിയുള്ളവരുടെ അംഗീകാരം കിട്ടുന്നത് എന്താ? വചനം പറയാം, കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്ത മനുഷ്യനെ ഭാഗ്യം. ബാക്കി ആരെല്ലാം അംഗീകരിച്ചാൽ എത്ര നാളാണ്, എവിടം വരെ? ഞാൻ പണ്ട് ഡിറ്റാട് പറയായിരുന്നു, ഡിറ്റാ വന്നാൽ എൻ്റെ കൂടെ കല്ലറ ഇടവരുന്നത് മടങ്ങി പോയിട്ട് വരും. പിന്നെ ഞാനാ കർത്താവിന്റെ മുമ്പ് അങ്ങ് നിൽക്കേണ്ടത്. എനിക്ക് പറയാൻ പറ്റുമോ ഡിറ്റാ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ഒന്നുമില്ല. അതായത് എനിക്ക് ഞാൻ വചനം തന്നിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് നീ എന്തുകൊണ്ട് തിരിച്ചറിയാൻ, നീ എന്തുകൊണ്ട് സത്യത്തിൽ സ്നേഹിക്കാൻ, നീ ഇതിന് എന്നേക്കാൾ ഉപരി ഡിറ്റയെ കേൾക്കാൻ പോയത്. അപ്പൊ നിനക്ക് ഡിറ്റയെ പ്രസാദിപ്പിക്കണം, എന്നെ പ്രസാദിപ്പിക്കണം. അതിന് വ്യക്തമായിട്ട് കേൾപ്പോൾ നീ മനുഷ്യനെയാണ് ദൈവത്തെയാണ് പ്രസാദിപ്പിക്കാൻ. അപ്പൊ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഇന്ന് തീരുമാനം എടുത്തോണം. നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അതിനുശേഷം കർത്താവിനോട് നമ്മൾ നിത്യമായിട്ട് വാഴാനുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം നിത്യതയെക്കുറിച്ച് കർത്താവ് ചെറിയൊരു ഒരു ഗ്ലിംസ്, എന്തോ ഒരു സന്തോഷം. അത് ഉള്ളിലോട്ടത് കയറി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒന്നും നമുക്ക് വേദനയാണ്. നെവർ എൻഡിങ് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ ഉള്ള വാസം, ഒരവസാനമില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക. നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. കർത്താവിനെ മുഖാമുഖം കണ്ട് രോഗമില്ല, ഭാരമില്ല, ദുഃഖമില്ല, മരണമില്ല, കണ്ണുനീരില്ല, ഡിപ്രഷനില്ല, പിശാചില്ല. വാട്ട് എ ഗ്ലോറിയസ് ലൈഫ്. ഇവിടുത്തെ ചെറിയ ചപ്പനും ചവറിനും വേണ്ട പലപ്പോഴും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യും. അത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ചപ്പിന്റെ ചവറിനെ പറയുന്നത്. ഒരു ദിവസം നേരത്തെങ്കിൽ ഒരു ദിവസം നേരത്തെ എവിടെയെങ്കിലും മാറ്റം വരാനുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ജഡ്ജ് യുവർസെൽഫ് so that you will not be judged. തന്നെത്താൻ വിധിക്കപ്പെടത്തില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന അതിനാ, കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കാനാ. അപ്പൊ അതിൽ നിന്നും എത്ര അകലെയാണ് നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ജഡമുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചാൽ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് റിവീൽ ചെയ്തു. ഒരു ചെറിയ കാര്യങ്ങൾ പോലും റിവീൽ ചെയ്തു. മാനുഷ്യമായിട്ട് നോക്കുമ്പോൾ അതൊന്നും സാരമില്ല, ഓ ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ, കുഴപ്പമില്ല. നോ, നമ്മളെ കുറിച്ച് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന അതല്ല. ഏറ്റവും ഒരു വിശുദ്ധ ജീവിതം. ഞങ്ങൾ വിശുദ്ധ ജീവിതം ഉണ്ടാക്കിയെടുക്കല്ലേ കേട്ടോ, സ്ട്രഗിൾ ചെയ്തിട്ടല്ലേ. ആദാമിൽ നിന്ന് ആദാമിന്റെ സ്വഭാവം നമ്മൾ അറിയാതെ ഇൻഹെറിറ്റ് ചെയ്തതുപോലെ കർത്താവിന്റെ സ്വഭാവം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യും. ആദാമിന്റെ സ്വഭാവം നമ്മൾ ആരും ഉണ്ടാക്കിയെടുത്തതല്ലോ, അല്ലെ പഠിച്ചെടുത്തതല്ലോ. നമ്മൾ കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതിനുള്ള തടസ്സങ്ങൾ നമ്മൾ മാറ്റിക്കൊടുക്കും. നമ്മുടെ ജഡത്തിന്റെ പല പ്രവൃത്തികൾ, ചിന്തകള്, ആഗ്രഹങ്ങള്, ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊടുക്കുമ്പോഴത്തേക്കിന് എത്രത്തോളം നമ്മൾ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും അത്രത്തോളം നിന്നത്. അതാ വിശുദ്ധി എന്ന് പറയും. നമ്മള് ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ, ഒരു വൈബ്രേഷനോടുകൂടി സംസാരിച്ചുകൊണ്ടോ ഹൃദയത്തിൽ അകത്ത പരിചയം നടക്കുന്നത്, ക്രിസ്തുവിന്റെ പരിചയം. ഓക്കെ, നമുക്ക് എഫേഷ്യൻസ് 6:10 മുതൽ 18 വരെ വായിക്കാം. എഫേഷ്യൻസ് 6:10 മുതൽ 18 വരെ. എഫേഷ്യർ 6:10 മുതൽ 18 വരെ. അത് മലയാളത്തിൽ വെച്ചു, അല്ല ഇംഗ്ലീഷ് വായിച്ചു. Final word. Ah. Be strong with the
അവസാനമായി എ ഫൈനൽ വേർഡ്, അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ബി സ്ട്രോങ്, കർത്താവിലും അവന്റെ അമൃത ശക്തി, ഇല്ലേ? അവസാനമായി കർത്താവിലും അവന്റെ അമൃത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോ നമ്മുടെ ബലത്തിൽ നിൽക്കരുതേ, ആശ്രയിച്ചോളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് കുടുംബത്തിലെ അംഗങ്ങളാണ്. കർത്താവിന്റെ അമൃത ബലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ആർക്കുകൊണ്ടാണ് വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു വിചാരം കർത്താവ് പകുതി കാര്യം ചെയ്യും, ബാക്കി പിന്നെ നമ്മളോട്. എന്നോട് കഴിഞ്ഞ ദിവസം 12 പേര് പറഞ്ഞു, മിറ്റി കർത്താവ് ഇത്രയും സൂക്ഷിച്ചു, ഇനി മിറ്റിയെ ശ്രദ്ധിക്കണം, എപ്പോഴും അവസരം കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി ഞാൻ തന്നെ വേണം എന്നെ സൂക്ഷിക്കാൻ. ഞാൻ എന്താ പറയുക, എനിക്ക് എന്നെ എത്ര സൂക്ഷിക്കാൻ പറ്റും? 100% തെളിയിച്ചു തന്ന കർത്താവ്. എന്റെ കൺട്രോൾ എൻ്റെ അല്ലെന്നുള്ളത്. പിന്നെ എന്നെ കൊണ്ട് കൺട്രോൾ എടുപ്പിക്കാൻ നോക്കും. നമ്മള് ഫുള്ളി ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്ത വരത്തില്ല. കർത്താവ് ഇത്രയും ചെയ്ത് ബാക്കി ഞാൻ വേണിച്ചു. ഞാൻ ഫർദർ എൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കും. കർത്താവിന്റെ ഹിതം എന്താ? കർത്താവിന് പൂർണ്ണമായിട്ടും അത്ഭുത സൗഖ്യം തരാൻ പറ്റും. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി അതല്ല, കർത്താവിന് മറിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഐ എം റെഡി ഫോർ ദാറ്റ്. എനിക്ക് എൻ്റെതായ ഒരു കടുംപിടുത്തങ്ങളും ഇല്ല. ഞാൻ അതിന് വെയിറ്റ് ചെയ്യും. സാഹചര്യത്തിൽ കൂടെ കർത്താവിനെ വഴി നടത്തും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ കർത്താവിന്റെ മഹത്വം നടത്തിയത്, കാരണം ഈ ശരീരം എൻ്റെതല്ല, ഇത് കർത്താവിൻ്റെതാണ്. കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ശരീരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ ശരീരം ദൈവത്തിന്റെ ആലയം, പരിശുദ്ധമായ മന്ദിരം. അതിനെ നശിപ്പിക്കുന്നതിനെ കർത്താവ് നശിപ്പിച്ചിരിക്കുന്നു. അത് ക്യാൻസർ ആയാലും ശരി, ട്യൂമർ ആയാലും ശരി, അതിനെ കർത്താവ് ഡീൽ ചെയ്തു. അതെൻ്റെ വായിച്ചു. അവസാനമായി അവനെല്ലാം അവന്റെ അമിത ബലത്തിലും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേ. പലപ്പോഴും വിശ്വാസികൾക്ക് അവർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു മേഖലയാണ് പോരാട്ടം എന്നൊക്കെ പറയുമെങ്കിലും അതിനെ എതിരിടാനുള്ള ആയുധം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും പലർക്കും തിരിച്ചറിയത്തില്ല. അതുകൊണ്ടെന്താ, പിശാചി കയറി അടിച്ച് പറിച്ച് ഒരു വരുവാക്കിയായിട്ടാണ് അന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിശാചിനോട് എതിർക്കാൻ നമുക്ക് വെപ്പൺസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റ് ഡെവിൽ, ഹി വിൽ ഫ്രീ ഫ്രം യു. പിശാചിനോട് എതിർത്ത് നിൽപ്പിൽ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോക്കോളൂ. അത് കർത്താവിന്റെ പരിപാടിയല്ല. അത് കർത്താവിന്റെ നാമം നമുക്ക് ഉപയോഗിക്കാം, കർത്താവ് തന്നിരിക്കുന്ന ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്കുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അങ്ങനെ പിശാച് പണിയുമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് ആയുധങ്ങൾ തന്നിട്ടുണ്ട്, കവചം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാലഘട്ടം വായിച്ചോ. നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ഇംഗ്ലീഷ് വായിക്കോ. For we are not fighting against people made of flesh and blood, but against the evil rulers,
against evil rulers, and authorities of the unseen world, unseen world, ആ ഒരു unseen വേൾഡിലെ കാര്യമായി പറയും. against those mighty powers of darkness who rule Those mighty powers of darkness who rule this world. this world. ഈ ലോകത്തിന്റെ അധിപതി എന്നാ കർത്താവ് പിശാചിനെ കുറിച്ച് പറയുന്നത്. ഈ ലോകത്തിന്റെ അധിപതി വരുന്നു, പക്ഷെ അവൻ എന്റെ മേൽക്കാരി എന്ന് പറഞ്ഞാൽ അവന് ഒരിടയും കർത്താവ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഒരു ക്ലിയർ കോൺഷ്യൻസോടുകൂടി, ഒരു ക്ലിയർ കോൺഷ്യൻസോട് ജീവിക്കുന്ന ഒരു ദൈവത്തിനെ കർത്താവ് അനുവദിക്കാതെ പിശാചിന് അടുത്ത് വരാൻ പറ്റും. കർത്താവ് ചില സമയത്ത് അനുവദിക്കും, അത് നമ്മുടെ നന്മയ്ക്ക്. അതിന് ഷോർട്ട് പീരീഡ് ഉണ്ടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുന്നത്. എന്നാൽ ആ ക്ലിയർ കോൺഷ്യൻസ് ഇല്ലെങ്കിലോ അവൻ കയറി കാണിക്കാവുന്ന പണി മുഴുവൻ കാണിച്ച് മേഞ്ഞ് അറുത്തു മുടിച്ച് മോഷ്ടിച്ചങ്ങ് പോകും. അറിയുക എന്താ സംഭവിച്ചെന്ന് പോലും പിടികിട്ടും. വായിച്ചോ. And against wicked spirits in the heavenly realms. Use every piece of God's armor to resist the enemy. Use every piece of God's armor to resist the enemy. കർത്താവ് തന്നേക്കുന്ന ഓരോ ആയുധവും ഉപയോഗിക്കും പിശാചിനെതിരായിട്ട്. ഒരു ദൈവത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആ വെപ്പൺസ്, they are mighty in God. They have the divine power to demolish every strongholds. എത്ര വലിയ ബന്ധനങ്ങളായാലും ശരി, പോരാട്ടമാണ് ശരി, അന്യായ ദുഃഖങ്ങളാണ് ശരി, ഒരു ദൈവത്തിൽ കർത്താവ് തന്നിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ they have the divine power to demolish every stronghold. കാര്യം ശരിയാ, പിശാച് ശക്തനൊക്കെ ഈ ലോകത്തിന്റെ അധിപനോ, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളവനോ എന്റെ വായിലെ ശ്വാസം കൊണ്ട് അവനെ നശിപ്പിക്കാൻ പോകുന്നത്. ചുമ്മാ ഈ വലിയ ഈ പവർഫുൾ ആയിട്ടുള്ള അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ തെസ്സലോനിയിലും പറയുന്നു, തന്റെ വായിലെ ശ്വാസം കൊണ്ടാണ് ഇവന്റെ കാറ്റ് പോകുന്നത്. അപ്പൊ വലിയ ഉമാക്കി കളിച്ച് നടക്കും. Use every piece of God's armor to resist the enemy in the time of evil. At the time of evil എന്ന് പറഞ്ഞാൽ ആ പരീക്ഷയുടെ സമയത്ത്. അപ്പൊ മലയാളത്തിൽ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതില്ല. ദുർദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതില്ല. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ. ഞാൻ എന്റെ ഈ അസുഖം തുടങ്ങിയ പോലെ എനിക്കറിയാം ഇതിനകത്ത് പിശാചിന് ഒരു റോളുണ്ട്. കാരണം ഒന്ന്, ഇവിടെ ഒരു മീറ്റിംഗ് അതിന്റെ തടയുകയെന്നുള്ള, അന്നുപോലെ ഞാൻ പിശാചിന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിവിടെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളോട് ഉറച്ചിരിക്കുന്ന വചനം പറയുന്നത് അല്ലേ? അതോട് വായിച്ച്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന്. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കാണും. അതിന്റെ അർത്ഥം എന്തുവാ? എതിരാളിയുടെ കാണുകയാണ്. ചോദിച്ചു. Use every piece of God's armor to resist the enemy in the time of evil. So that after the battle you will still be standing firm. After the battle you will be still standing there. Praise God. ഇതേ എവിടെ കൊണ്ടുപോയതാ? ആവുന്ന നോക്കി ബാറ്റിലെ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു. ആഫ്റ്റർ ദ ബാറ്റിൽ ഇവിടെ തന്നെ കർത്താവിന്റെ വാക്കിനും വചനത്തിൽ ഞാൻ ചോദിക്കും, ഇത്ര വലിയ വാഗ്ദാനം നമുക്ക് കിടക്കുമ്പോൾ നമ്മള് ഇത് കേട്ടിട്ടുണ്ടോ? അല്ലെ വിശ്വസിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇട്ടത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഞാനിത് ആദ്യമേ എനിക്ക് ആ അസുഖം വന്ന സമയത്ത് ഈ വചനങ്ങളൊക്കെ കർത്താവിനെ കൊണ്ട് വായിപ്പിച്ച് ഓർപ്പിച്ചു. അന്നേ ഞാൻ പിശാചിനോട് പറഞ്ഞു, എടാ ഞാൻ ഇവിടെ തന്നെ കാണും.
നിന്നെ ഞാൻ പുകയ്ക്കും. കാരണം കർത്താവ് അധികാരം റെസിസ്റ്റബിൾ. വചനം വ്യക്തമായിട്ട് പറഞ്ഞു, ആഫ്റ്റർ ദ ബാറ്റിൽ You will still be standing. യു വിൽ സ്റ്റിൽ ബി സ്റ്റാൻഡിങ്. എവിടെ കിടക്കേണ്ടതാ? വിത്തിയ ഫോട്ടോ, എന്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് എന്റെ ഫോട്ടോ ഇരിക്കണം. അത് കർത്താവിന്റെ വചനത്തിന്റെ വിശ്വസിക്കുന്നവർക്കുണ്ട് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒന്ന് ഗ്രഹിക്കും, ഒന്ന് വിശ്വസിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതാവും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഉറയ്ക്കും, കർത്താവിൽ ഉറയ്ക്കും. വേറെ എന്തുകൊണ്ട് നമുക്ക് അതിനേക്കാൾ ഉറപ്പ് മറ്റു കാര്യങ്ങളുണ്ട്? നമുക്ക് ഈ കാണുന്നതില്ല ഉറപ്പ്. വചനം പറയാം, എന്റെ നീതിവാൻ വിശ്വാസത്താലെ. ഏതില്ല? ഈ വചനത്തിനുള്ള വിശ്വാസം. വചനം ആരാ? കർത്താവ് തന്നെ. The all powerful, almighty Lord, He is our Father, He is our brother. വായിച്ചു. Stand your ground. ആ, Putting on the sturdy belt of truth. കുട്ടിങ്ക മലയാളത്തിൽ വയ്ക്കും. സത്യം കൊണ്ട് അരമുറുക്കുവിൻ. വെപ്പൺ നമ്പർ 1. ഇല്ല എക്സ്പ്ലെയിൻ ചെയ്തു. സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഒരു സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി ജെനുവിൻ, ട്രാൻസ്പെറന്റ് ആയി, സിൻസിയർ ആയി, കപടത ഉണ്ടാകട്ടെ. നമ്മളൊരു കാര്യം ഉവ്വെന്ന് പറഞ്ഞ് ഉവ്വെന്നായിരിക്കും, ഇല്ലെന്ന് പറഞ്ഞ് ഇല്ലെന്നായിരിക്കും. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ആവശ്യമാണ് സത്യസന്ധത. നമ്മുടെ കൊടുക്കൽ വാങ്ങുകളിൽ, നമ്മുടെ സംസാരത്തില്, നമ്മൾ കൊടുക്കുന്ന പ്രോമിസസില്, ചെറിയ കാര്യങ്ങളിലാട്ടെ വലിയ കാര്യങ്ങളിലാട്ടെ, എല്ലാത്തിനകത്തും നമ്മുടെ ഉള്ളിൽ ഒരു സത്യസന്ധതയുണ്ട്. ഈ വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും നമ്മൾ പല ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഓർത്തോളം, നമ്മുടെ ഉള്ളിൽ സത്യമില്ലെങ്കിൽ പിശാച് നമ്മുടെ അകത്തെ മനുഷ്യനായിട്ട് കൂട്ടായ്മയുണ്ട്. പുറമെ നമ്മൾ എന്ത് കാണിച്ചാലും പിശാചിനറിയാം നമ്മുടെ അകത്തെന്താണ്. കപടത, വ്യാജം, കൗശലം. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം കൗശലം. പല ആൾക്കാരുടെ പല വിശ്വാസങ്ങൾ പ്രതിച്ചറിയും. അവർ ഈ കൗശലം പ്രയോഗിക്കും കാര്യം സാധിക്കാൻ. കൗശലം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മളെ സന്തോഷിപ്പിക്കുക, സൂചിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല വാഗ്ദാനങ്ങൾ തരിക. ഒരു ദൈവം ചോദിച്ചല്ല. ബി ജെനുവിൻ. അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ വെപ്പൺ തന്നെ പരാജയപ്പെടുക. കപടത, അകത്തൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് പേർന്ന് കാണിക്കുക, ക്ലിയർ കോൺഷ്യൻസ് ഇല്ല നടക്കുക. വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മളെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലോട്ട് നമ്മൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമുണ്ടോ? ജഡ്ജ് അവസ്ഥ വായിച്ചു കാട്ടു വായിച്ചു. സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച നീതിയാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത നീതിയല്ല. പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ച നീതി, ദൈവത്തിൽ നിന്ന് ലഭിച്ച നീതി. ഈ നീതി സ്വയം ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചുകൊണ്ടാണ് പൗലോസ് ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചുകൊണ്ട് നടന്നില്ല. ന്യായപ്രമാണത്തിൽ ലഭിച്ച നീതിയല്ല, ഞങ്ങൾക്ക് ദൈവത്തിൽ ലഭിച്ച നീതി, യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച നീതി. വിശ്വസിക്കുന്ന നമുക്കെല്ലാം ആ നീതീകരിക്കപ്പെട്ടാണ്, അല്ലേ? ജസ്റ്റിഫൈഡ് ആണ്.
കർത്താവ് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, മക്കളായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ സെക്കൻഡ് പാർട്ട്, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മളിതിൽ പാർട്ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ അനുസരിച്ചും കർത്താവിനെ സ്നേഹിച്ചും നമ്മൾ അതിൽ പങ്കുകാരാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചു തരും, മാനസാന്തരപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു. നമ്മൾ നീതീകരിക്കപ്പെട്ടു, കർത്താവ് നമ്മളെ നീതീകരിച്ചു. പക്ഷേ വചനം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നല്ലോ നിങ്ങളും വിശുദ്ധരായിരിക്കും. അവിടെ നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്, ഒരു റോളുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ ആഗ്രഹം തരുന്ന ശക്തിയായിരുന്നു. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. അല്ലെ പരിശുദ്ധാത്മ നമുക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങൾ തരും. എടാ ഇങ്ങനെ ഇന്ന കാര്യം മാറ്റാൻ, അല്ലെ ഇന്ന നിന്റെ കോപ സ്വഭാവം മാറ്റാൻ, അല്ലെങ്കിൽ നിന്റെ പിടിവാശി മാറ്റാൻ ആഗ്രഹം തന്നിട്ട് പരിശുദ്ധാത്മ ചുമ്മാ ഇരിക്കത്തില്ല. അന്നേരം നമ്മൾ ആഗ്രഹം തരുമ്പോൾ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്നെ കൊടുത്തില്ല, ഞാൻ വർഷങ്ങളായിട്ട് ശ്രമിക്കുക. ഒരു കൊച്ചു കുഞ്ഞു പറഞ്ഞ പോലെ പറഞ്ഞു. നമ്മുടെ ആഗ്രഹം ജനുവിനാണെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിച്ചിരിക്കും. അത് നമ്മൾ പോലും അറിയാം, നമുക്ക് അതിനുള്ള ശക്തി തരും. ഉറപ്പാണ്. വചനം വെറുതെ അല്ല കേട്ടോ, കർത്താവ് വെറുതെ പറയത്തില്ല ഒന്നും. ആഗ്രഹം തരുന്നതും ശക്തി തരുന്നതും. നമ്മളല്ലേ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിലും സ്വന്തം ഡിറ്റർമിനേഷൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് പരാജയപ്പെട്ടു പോകുന്നത്. വായിച്ചു കാട്ട് വായിച്ചു. സമാധാന സുവിശേഷമുള്ള ഒരു ഇംഗ്ലീഷ് വായിച്ച്. For shoes, put on the peace that comes from the good news. Put on the peace that comes from the good news. That comes of the good news. മലയാളത്തിൽ വായിച്ച്. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിൽ ചെരുപ്പായിട്ട്. മതി. അപ്പൊ നമ്മള് ഒരു ദൈവത്തിന് കത്താവുന്നിരിക്കുന്ന ഉത്തരവാദിത്വം സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കും. ലജ്ജ കൂടാതെ മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തിട്ട് പിശാചിനെടുക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് പിശാചിനെടുക്കാൻ പറ്റത്തില്ല. അതാ ആ സമാധാനത്തിലുള്ള സുവിശേഷം പാദരക്ഷയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ റെഡിയായിരിക്കും. നമുക്കൊരു അവസരം കിട്ടുമ്പോൾ, കർത്താവ് ഒരു അവസരം തരുമ്പോൾ അവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവ് ആരാണെന്നും കർത്താവ് എന്താ ചെയ്യുന്നതെന്നും കർത്താവിൽ വിശ്വസിക്കാനും ഉള്ള ഒരു ബോധ്യം. നമ്മൾ ലജ്ജിക്കരുത്. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും, എന്നെ കുറിച്ച് ലജ്ജിക്കുന്നതിനെ കുറിച്ച് എന്നെ ഏറ്റു പറയാത്തവനെ ഞാനും ഏറ്റു പറയത്തില്ല. എന്നെ ഏറ്റു പറയുന്നതിന് പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. എന്നെ ഏറ്റു പറയാത്തവരെ ഞാനും പറയത്തില്ല. വിശ്വാസം എന്ന പരിചയം എന്തിനാ? ദുഷ്ടന്റെ ജ്വലിക്കുന്ന തീയമ്പുകളെ കെടുത്താൻ തക്കവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ സംശയിപ്പിക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ, എനിക്കിപ്പം ഈ രോഗം വന്നു. പിശാച് ആദ്യമേ പറയുന്നൊരു കാര്യം, നീ കുറെ വർഷമല്ല പ്രാർത്ഥന തുടങ്ങിയിട്ട്, നീ വെളുപ്പിനെ എഴുന്നേൽക്കുന്നു, അത് ചെയ്യുന്നു, ഇങ്ങനെ. നിന്റെ അവസ്ഥ എന്തായി? കണ്ടില്ല? ഇത്രേ ഉള്ളൂടാ. ദൈവത്തിൽ ആശ്രയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ പണ്ടായി. വചനം അങ്ങനെ പലതും പറയും. എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ വന്നേ? അപ്പൊ ശരി, നമ്മൾ ഓർക്കും ശരിയാണ്. അവയുടെ അടുത്ത് എന്നിട്ട് പിശാച് ഇതുപോലെ പറയും വാസ്തവമായിട്ടും. അപ്പൊ അവ ഒരു ഡിസ്കഷൻ എന്ന് തുടങ്ങിയോട്ടെ, ഒരു ചാറ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇതേ പിശാച് കർത്താവിന്റെ അടുത്ത് കർത്താവ് ഒരു ഡിസ്കഷൻ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? വചനം ഉപയോഗിച്ചു. അപ്പൊ ദുഷ്ടന്റെ ജ്വലിക്കുന്ന തീയമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവരുന്ന മുഴുവൻ സംശയങ്ങൾ
നീ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കർത്താവ് നിന്നെ ശിക്ഷിക്കുകയാണ്, നിന്നെ ഒരു പരുവാക്കും, നീ എത്ര വലിയ കൊടുംപാവിയാണ്, നിനക്ക് ഇനി രക്ഷയില്ല. ഇങ്ങനെ ചെവി മന്ത്രിച്ചോണ്ട്. പക്ഷെ എപ്പോഴും ഓർത്തണം കേട്ടോ, കർത്താവ് ഒരിക്കലും പിശാചിന്റെ സൈഡ് കയറുന്ന നമുക്കെതിരെ നിൽക്കത്തില്ല. അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കളായതുകൊണ്ട്, നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ നമ്മളെ കൂടുതൽ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിലേതെങ്കിലും എന്ത് വന്നാലും പിശാചിനോട് പറഞ്ഞാണ്, ഐ ബിലോങ് ടു മൈ ലോർഡ്. പിശാചേ, നിനക്ക് എൻ്റെ യാതൊരു കാര്യമില്ല. എൻ്റെ പിതാവിനെ, എൻ്റെ അപ്പനെ എനിക്കറിയാം. വചനം പറയുന്നത്, യോഹന്നാൻ സുവിശേഷം പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നവൾ ഇവരെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിക്കുന്നത് അതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറ്, നമുക്ക് സംശയം ചെറിയ കാര്യങ്ങൾ. അപ്പൊ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംശയം കൊണ്ടിടുക, നമ്മുടെ വിശ്വാസത്തെ കെടുത്തുക. അവിടെയാണ് വിശ്വാസം എന്ന് പരിചയമെടുക്കണം. അതിനാ വചനം പറഞ്ഞിരിക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ നിന്നെ ഉള്ളുനാളും അനാഥനായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ചഞ്ചലിപ്പ് വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഈ വചനം കൊണ്ട് ഞാൻ അങ്ങ് ഉറപ്പിക്കും. ഒരു നാളും അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മൊമെന്റ് പോലും നമ്മൾ കർത്താവിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകത്തില്ല. ഏത് സാഹചര്യത്തിൽ എടുപ്പായാലും കർത്താവ് കൈ പിടിച്ച്, വലം കൈ പിടിക്കുക. പിശാച് എത്ര സംശയിച്ചു, മരണത്തിന്റെ താഴ്വരകൾ നടന്നു പറഞ്ഞാലും ഭയപ്പെടാൻ അതുകൊണ്ടാണ്. പിശാച് ആകുന്ന നോക്കി തകർക്കും. പക്ഷേ കർത്താവ് ഉറപ്പിച്ചു നിർത്തി, അവിശ്വാസത്തിന്റെ പരിചയം ഉറപ്പിച്ചു നിർത്തി. അടുത്ത രക്ഷ എന്ന ശിരോവസ്ത്രം, നമ്മുടെ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ രക്ഷിതായിട്ട് സ്വീകരിച്ചു. കർത്താവിന്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മളിപ്പോൾ. ഞമ്മല്ലേ പിശാചിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കർത്താവ് അനുവദിക്കാതെ. ഇനി ആത്മാവിന്റെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. അതിനു മുമ്പേ ഉള്ള മുഴുവൻ നമുക്ക് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇനി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും. വാള്, അതാ വചനം. ആ വാള് വെച്ച കർത്താവ് മരുഭൂമിയിൽ പിശാചിനോട് എതിർത്ത്. പിശാച് പറഞ്ഞു, നീ മുകളിൽ നിന്ന് താഴോട്ട് ഞാൻ ദൂതന്മാരെയൊക്കെ താങ്ങുകയുള്ളൂ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കില്ലെന്ന് വചനം പറയുന്നു. കഴിഞ്ഞു. അടുത്തത്, എന്നെ വേണമെങ്കിൽ എല്ലാം തരാം, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാര് ആരാ? അതും കഴിഞ്ഞു. മൂന്നാമത്തെ തൊണ്ണൂറുണ്ട്, നീ കല്ലിനെ അപ്പമാകും അല്ലേ? കർത്താവ് വേറൊന്നും പറഞ്ഞു, വചനം മാത്രം പറഞ്ഞു. വചനം മാത്രം. പിശാചിന്റെ അടുത്ത് വചനം മാത്രം പറഞ്ഞാൽ മതി. ഞാനൊക്കെ കഴിയും പിശാചിനോട് പറയും, എടാ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നത് റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. therefore I command you, ഓടടാ, I rebuke you, ഞാൻ നിന്നെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അത് മതി, അത്രയും മതി. കാരണം അങ്ങനെയല്ലേ വചനം പറയും. പിശാചിന്റെ അടുത്ത് നമ്മൾ അതിനും വലിയ പിശാചിനെ കൊണ്ടുവരണ്ട, അവനെ ഓടിക്കും. വലുത് ചെയ്തതാ കർത്താവിന്റെ വചനം, ആത്മാവിന്റെ വാൾ. അതിന് വചനം അറിഞ്ഞിരിക്കണം. വചനം അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, വിശ്വസിക്കണം. അതിന്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ. വാള്, വെപ്പൺ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. വായിച്ചു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വെപ്പൺസ് മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ കൂടി. അതിനെ ഇങ്ങനെ ഓയിൽ ചെയ്ത് ആക്റ്റീവായിട്ട് നിർത്തുന്നത് പ്രാർത്ഥനയാണ്. എപ്പോഴും ആത്മാവിൽ, ജഡത്തിലല്ല. ജഡത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആത്മാവുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള, സ്പിരിച്വലി. കർത്താവ് എപ്പോഴും നോക്കുന്നത് ആ സ്പിരിച്വാലിറ്റി.
ബാക്കി രാജ്യനീതി അന്വേഷിച്ച് കൂട്ടിച്ചേർത്തോളാം. അപ്പോ ഒന്നുകൂടെ വായിച്ചു. ആ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും, ആ അതിനായി ജാഗരിക്കുന്നുണ്ട്. അതിനാൽ ഏത് നേരത്തും ആത്മാവിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സുഖമില്ലായിരിക്കുമ്പോഴാട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാട്ട്, അന്നേരമൊക്കെ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവേ വേണ്ടതെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ, എന്നെ സഹായിക്കണം. അന്യഭാഷയെ പ്രാർത്ഥിക്കും, അല്ലാതെ പ്രാർത്ഥിക്കും. ഷോർട്ട് പ്രേയേഴ്സ് ഇരുന്ന് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ കർത്താവുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒരു കണക്ഷൻ. ഈ സർവായുധ വർഗ്ഗങ്ങളും നമ്മൾ ധരിച്ച് നമ്മൾ പ്രാർത്ഥനയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് പക്ഷെ അതിനെടുക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സത്യം കൊണ്ട് അരമുറുക്കുക, നീതിയുടെ മാർച്ചട്ട ധരിക്കുക, വിശ്വാസമാകുന്ന പരിചയ, രക്ഷയുടെ പടത്തൊപ്പി, പിന്നെന്നായിരുന്നു ആത്മാവിന്റെ ഭാഗം, പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ന് പലപ്പോഴും പറയുന്നത് യേശു എന്ന് വിളിച്ചാൽ മതി, യേശു രക്ഷയായിട്ട് സ്വീകരിച്ചാൽ മതി. അങ്ങനെ ഒത്തിരി പേര് വഞ്ചിക്കപ്പെടുന്നു. ജീവിതത്തിലൊരു മാറ്റവും വരുത്താതെ, വിശ്വാസി എന്ന ലേബൽ, വചനം പോലും വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, കർത്താവുമായിട്ടൊരു കൂട്ടായ്മയില്ലാതെ, വെറും അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം നോക്കി നടക്കുന്ന ഒത്തിരി പേര് ഒരു സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് ഓർക്ക് വിശ്വസിക്കുമാർ ദൈവം വരെ വിട്ടുകളഞ്ഞു എന്നുള്ളത്. ആ കാറ്റഗറി വരാതെ കർത്താവ് അവസാനം നമ്മൾ വിളിക്കണം നല്ലൊരു വിശ്വസനായ ദാസ. വലിയ പ്രതിഫലമാട്ടോ ജീവന്റെ കിരീടം എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ലത്, വലിയ കാര്യം. ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. എന്തെല്ലാം സംഭവിച്ചാലും എത്ര പേരെടുത്താലും ഇത് കത്തി ഒഴിഞ്ഞു പോകുന്നതാണ്. കത്തി ഒഴിഞ്ഞു ഒന്നും നിലനിൽക്കത്തില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. അവിടെ സ്വർഗീയ ജെറുസലേമിൽ കർത്താവിന്റെ കൂടെ വാഴാൻ അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിൽ പറഞ്ഞില്ല, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ലോകത്തിൽ പലവിധമായ കാര്യങ്ങൾ, പലവിധമായ നമ്മുടെ ഫ്രണ്ട്സ് കാണും, ബന്ധുക്കൾ കാണും, നമ്മളെ സംശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്തതിലോട്ട് കൊണ്ടുപോകുന്ന അനേക ഇൻഫ്ലുവൻസുകൾ, അനേക കാഴ്ചകൾ. അപ്പോഴും ഓർത്തോളൂ, നമ്മൾ കർത്താവിന്റെ മണവാട്ടിയും, നമ്മൾ കർത്താവിൻ്റെ കൂടെ വാഴാനുള്ളവർ. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ബോധ്യം ഉണ്ടാകും, കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ. ഉള്ളിൽ സത്യമുണ്ടാകും, സത്യം കൊണ്ട് അരമറക്കും. ഈ വേണ്ടാത്ത കള്ളം പറയുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റാം. ഒന്ന് പറയാതിരുന്നു വയ്ക്കുക, പരിശുദ്ധാത്മാവോട് പറ, സഹായിക്കും. ഒന്ന് പറയാതിരുന്നു വയ്ക്കുക, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് കള്ളം പറയാതിരുന്നു വയ്ക്കുക. വലിയ മാറ്റങ്ങളാണ്, വലിയ മാറ്റം. കർത്താവ് മാനിക്കും. നമ്മുടെ വിചാരം ഇത് പറഞ്ഞില്ല ആ പ്രശ്നമാകുന്ന ഒന്ന് നോക്ക്, ആഗ്രഹിക്കും. പ്രാർത്ഥിക്കാം.